ഒരിക്കൽ ഒരു ഗുരു തന്റെ ശിഷ്യന്റെ കൈയിലേക്ക് തിളങ്ങുന്ന ഒരു കല്ല് കൊടുത്തിട്ട് പറഞ്ഞു, ഇതിന്റെ വില എത്രയാണെന്ന് അറിഞ്ഞുവരിക. പക്ഷേ ഒരു നിബന്ധനയുണ്ട്, ഇത് ആർക്കും വിൽക്കാൻ പാടില്ല. ശിഷ്യൻ ആദ്യം ചെന്നത് ഒരു പഴക്കച്ചവടക്കാരന്റെ അടുത്തേക്കാണ്. അയാൾ ആ കല്ല് നോക്കിയിട്ട് പറഞ്ഞു, ഇതൊരു ഭംഗിയുള്ള കല്ലാണ്. ഇതിനു പകരമായി ഞാൻ നിനക്ക് 10 നാരങ്ങ തരാം. ശിഷ്യൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നുമിറങ്ങി. അടുത്തതായി അവൻ ചെന്നത് ഒരു ഉരുളക്കിഴങ്ങ് കച്ചവടക്കാരന്റെ അടുത്താണ്. അയാൾ പറഞ്ഞു, ഇതിനൊരു ചാക്കുരുളക്കിഴങ്ങ് ഞാൻ തരാം. അവിടെ നിന്നും നടന്ന ശിഷ്യൻ എത്തിയത് ഒരു രത്നവ്യാപാരിയുടെ അടുത്താണ്. ആ കല്ല് കണ്ടതും വ്യാപാരി ഞെട്ടിപ്പോയി. അയാൾ കണ്ണട വെച്ച് അത് സൂക്ഷ്മമായി പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഇതെവിടെ നിന്ന് കണ്ടെത്തി? ലോകത്തിലെ സകല സമ്പത്ത് നൽകിയാലും ഇതിന്റെ വിലയാകില്ല. ഇത് അമൂല്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഈ കല്ല് പോലെയാണ്. നമ്മൾ ആരുടെ മുന്നിലാണോ നിൽക്കുന്നത്, അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ചായിരിക്കും അവർ നമുക്ക് വിലയിടുന്നത്. ഒരു നാരങ്ങ കച്ചവടക്കാരന് ആ കല്ലിന്റെ മൂല്യം മനസ്സിലാക്കാൻ കഴിയില്ല. അതിനൊരു രത്നവ്യാപാരി തന്നെ വേണം. നമ്മളിൽ പലരും ഇന്നനുഭവിക്കുന്ന ഏറ്റവും വലിയ മാനസിക വിഷമം എന്താണെന്നറിയാമോ? മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്തു വിചാരിക്കുന്നു, അവർ നമ്മളെ എങ്ങനെ കാണുന്നു എന്നത് മാത്രമാണ് നമ്മുടെ സന്തോഷത്തിന്റെ അളവുകോൽ. ആരെങ്കിലും ഒന്ന് പുച്ഛിച്ച് സംസാരിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ കഴിവിനെ ഒന്ന് കുറച്ചു കാട്ടിയാൽ നമ്മൾ തകർന്നു പോകുന്നു. എന്റെ ജീവിതത്തിന് ഒരു വിലയുമില്ല എന്ന് നമ്മൾ സ്വയം വിധിയെഴുതുന്നു. പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളെ സൃഷ്ടിച്ച ആ പ്രപഞ്ചശക്തിക്ക് തെറ്റുപറ്റുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരു മൺതരി മുതൽ ആകാശത്തെ നക്ഷത്രങ്ങൾ വരെ കൃത്യമായ ലക്ഷ്യത്തോടെ സൃഷ്ടിക്കപ്പെട്ട ഈ ലോകത്ത് നിങ്ങൾ മാത്രം വെറുതെ ഉണ്ടായതാണോ? ഒരിക്കലുമല്ല. നിങ്ങളൊരു അത്ഭുതമാണ്. നിങ്ങൾക്ക് മാത്രമായി നൽകപ്പെട്ട ചില കഴിവുകളുണ്ട്, ചില നിയോഗങ്ങളുണ്ട്. ആ വില തിരിച്ചറിയേണ്ടത് മറ്റുള്ളവരല്ല, അത് നിങ്ങളാണ്. നിങ്ങൾ സ്വയം സ്നേഹിച്ചു തുടങ്ങുന്ന നിമിഷം മുതൽ ലോകം നിങ്ങളെ ബഹുമാനിച്ചു തുടങ്ങും. നമ്മൾ സ്വയം ബഹുമാനിക്കാതെ മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കണം എന്ന് ആഗ്രഹിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? നമ്മുടെ ഉള്ളിലെ ഈശ്വര ചൈതന്യത്തെ നാം തിരിച്ചറിയണം. ഇരുട്ടിലിരിക്കുമ്പോഴാണ് ഒരു മെഴുകുതിരിയുടെ മൂല്യം നമ്മൾ അറിയുന്നത്. അതുപോലെ പ്രതിസന്ധികളിൽ തളരാതെ നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ കരുത്ത് ലോകം തിരിച്ചറിയുക. മറ്റുള്ളവർ നിങ്ങളെ നോക്കി നിനക്കിതിന് കഴിയില്ല എന്ന് പറയുമ്പോൾ അത് അവരുടെ പരിമിതിയാണ്, നിങ്ങളുടെ പരാജയമല്ല. അവരുടെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിക്കാൻ അനുവദിക്കരുത്. നിങ്ങൾ സ്വയം വിശ്വസിക്കാൻ തുടങ്ങുന്ന അന്നു മുതൽ നിങ്ങളുടെ ലോകം മാറിമറിയും. കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ കാണുന്ന ആ വ്യക്തിയെ ഒന്ന് നോക്കി പുഞ്ചിരിക്കൂ. ആ വ്യക്തിയോട് പറയൂ, നീ സ്പെഷ്യലാണ്. നിനക്ക് പകരം വയ്ക്കാൻ ഈ ലോകത്ത് മറ്റാരുമില്ല. പ്രാർത്ഥനയോടെ, സ്നേഹത്തോടെ ജീവിതത്തെ സമീപിക്കുക. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ടെന്ന ബോധ്യം നിങ്ങളെ എപ്പോഴും ധൈര്യശാലിയാക്കും. കടലിലെ ഓരോ തിരമാലയും കരയെ തൊടുന്നത് ഒരു ലക്ഷ്യത്തോടെയാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ വാക്കുകളിൽ തളരാതെ നിങ്ങളുടെ മൂല്യം തിരിച്ചറിഞ്ഞ് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുക. നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുമ്പോൾ, നിങ്ങളെ സ്നേഹിക്കുമ്പോൾ, ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളെ ആദരിക്കാനായി കൈകോർക്കും. കാരണം നിങ്ങൾ അമൂല്യമായ ഒരു രത്നമാണ്. അത് തിരിച്ചറിയാൻ വൈകരുത് എന്നു മാത്രം. ഹരേ കൃഷ്ണ.